സാറേ ഞങ്ങളുടെ അച്ഛന്റെ പാറമട. അച്ഛന്റെ ഒക്കെ പാറമട ഞാൻ ഇന്ന് തിരിവെച്ച് പൊട്ടിക്കും. ഞാനായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ഇപ്പൊ ക്ലൈമാക്സ് കഴിഞ്ഞ് വീട്ടിൽ പോവായിരുന്നു. ഇതൊക്കെ തൂരിട്ട് വാരി കെട്ടിട്ട് ഞങ്ങൾ പോയി ഞങ്ങളുടെ കഷ്ടപ്പാട് മാറിയാൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വരുമ്പം ഒരു തയ്യാറെടുപ്പ് വേണം. മനസ്സിലായില്ല, പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നിങ്ങൾ ഈ വീടല്ലേ തെരഞ്ഞെടുത്ത് മോഷ്ടിക്കുക. അപ്പൊ നിങ്ങൾ ഇതിന്റെ പരിസരമൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വേണം നമ്മൾ ഇതിനൊക്കെ ഇറങ്ങി പറയാം. സാറേ എനിക്ക് ഇവിടുത്തെ ബ്ലൂ പ്രിന്റ് അറിയില്ല, പക്ഷെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ബ്ലൂ പ്രിന്റ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് എന്റെ വീടില്ലേ അതിന്റെ അപ്പുറത്ത് കാണുന്ന ഒരു വലിയ വീടാണ് വനജാ മേഡത്തിന്റെ വീട്. സ്വഭാവം നല്ല തങ്കപ്പെട്ട സ്വഭാവം. പക്ഷെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും അവർ അടുക്കളത്തെ ചെല്ലിന്റെ അവിടെ പോയി നിൽക്കരുത്. വെറുതെ എന്തിനാ പപ്പട കുത്ത് മേടിച്ചു കൂട്ടണത്? അത് പോട്ടെ, അതിന്റെ അപ്പുറത്ത് ചെറിയ മതിലുണ്ട്. ആ മതിലെടുത്ത് ചാടിയാൽ അവിടെ ഒരു പേരക്കമ്പ് വളഞ്ഞിട്ടുണ്ട്. അത് വന്ന് നിറയെ കടിച്ച ചുരുങ്ങിയത് 8 സ്റ്റിച്ച് നമ്മൾ കുരിഞ്ഞു പോകണം. അങ്ങനെ കുരിഞ്ഞു ചെല്ലണ 4ാമത്തെ വീടാണ് ഗിരിജാ മേഡത്തിന്റെ വീട്. സ്വഭാവം മേനകെട്ട സ്വഭാവം. അവര് കിടക്കാൻ നേരത്തെ തലക്കം ഭാഗത്ത് വെള്ളം തിളപ്പിച്ചു വെക്കുമെന്ന്. കുടിക്കാനൊക്കെ കൂച്ചാനാണെങ്കിൽ കൂച്ചാ പോരെ, ബാക്കിയുള്ള തലവഴി ഒഴിക്കണത് എന്തിനാ? ബ്ലൂ പ്രിന്റ് എന്ന് പറയാന്ന് പറഞ്ഞിട്ട് മുട്ടം ബ്ലൂ ആണല്ലോ, പ്രിന്റ് ഇല്ലേ? നിങ്ങൾ എന്നെ പോലെ അധ്വാനിച്ച് കാശുണ്ടാക്കണം. അധ്വാനിച്ച് കാശുണ്ടാക്കി അരി വെച്ച് ചോറുണ്ടാലും എന്നാ ടേസ്റ്റ് ആണെന്നറിയാം. ആ ചോറിന് കറി പോലും വേണ്ട. അതെങ്ങനെയാ സാറേ ഒരു ചള്ളാസെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാ കഴിക്കണത്? ഒരു വേണ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ വേഷം കെട്ട്. നിനക്ക് തള്ളാസെങ്കിൽ മാത്രം തൊള്ളേ തിറക്കുള്ള വേഷം കെട്ട് വർത്താനും പറഞ്ഞു കൊടുക്കണം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഒരു ഉണക്ക മീനെങ്കിലും ഇല്ലാതെ ഇത്രയും ചോറ് ഇങ്ങനെ വാരി തരുന്നത് ഇല്ലാതെ പോയി. അതില്ലേ എന്നെ പോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഒരു ബിസിനസ് കാശ് എത്രയെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചോളൂ. ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. അപ്പൊ നല്ലൊരു കാര്യം സാറ് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ ഇന്ന് മുതൽ ഞങ്ങൾ ഈ മോഷണം നിർത്തി. നല്ല കാര്യം. നിങ്ങളെ രണ്ടുപേരെയും ഉപദേശിച്ച് ഒരു നേർ വഴിക്ക് നടത്തപ്പോ എനിക്കും ഒരു സന്തോഷം. എന്നാ പിന്നെ പോവാണോ? അതൊക്കെ പിന്നെ ഇങ്ങോട്ട് പോണ്ടേ? ഇവിടെ ഇതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി പോലീസ് പിടിക്കത്തില്ലേ? അതൊക്കെ അവിടെ ഞാൻ ആക്രിക്കാർക്ക് കൊടുത്തോളാം. സാറേ ഒരു ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ എടുത്തതാ. ഇത് സാർ വെച്ചു. ഒരു കാര്യം ചെയ്യും, ഞാൻ അപ്പുറത്തെ വീട്ടിൽ രാവിലെ ഇട്ട് കൊടുത്തേക്കാം. അപ്പൊ പിന്നെ ഞങ്ങൾ നോക്കട്ടെ. നല്ലൊരു ബിസിനസ് പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കണം. എന്ത് നല്ല മനുഷ്യരല്ലേ? ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കാഴ്ചകളായി പോലും കിട്ടാനില്ല. കള്ളന്മാരാണത്തെ കള്ളന്മാര്. 2-3 ദിവസമായി വീടിനകത്ത് കയറി ഇറങ്ങാൻ തുടങ്ങി. ഒരു മുട്ടുസൂചി പോലും ഇതുവരെ കിട്ടില്ല. എന്തായാലും 2-3 പവനെങ്കിലും കാണും. അടിച്ചു പൊളിച്ച് സാറേ അത് സാറിന്റെ ലീക്ക് ആവണേക്കുമ്പോ ഡിലേറ്റ് ചെയ്തുകളാ. ഇല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ഇവിടെ CCTV ഉണ്ടായിരുന്നോ? അപ്പൊ നിങ്ങൾ 2 പേരും അല്ലടാ, നമ്മള് 3 പേരും പെട്ടി. എടാ അപ്പൊ ഇയാള് കള്ളനായിരുന്നു. അപ്പൊ പെരേരയുടെ പെരേലാടാ നമ്മളിപ്പോ നിക്കണത്. അയ്യോ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ